എന്റെ കയ്യിലൊരു ചുക്കില്ല. കണ്ടോ PV അൻവറിന് 52 കോടി 21 ലക്ഷം രൂപയുടെ ആകെ ആസ്തി. കോടി ഇവന്മാരിത് എവിടെ കൊണ്ട് പൊഴുത്തി വെച്ചിരിക്കുന്നു? ഇവന്മാരുടെ ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ചാൽ മതിയായിരുന്നു. 52 കോടി പോലും 5 7 കോടി കൊണ്ട് മടക്കി വെക്കാൻ പാകത്തിന് ഒരു തടിയലമാര പോലും ഇല്ലാത്ത ആ പാവത്തിനെ പറ്റി ഇങ്ങനൊന്നും പറയല്ലേ ഇലക്ഷൻ കമ്മീഷൻ. ചേട്ടൻ കള്ളത്തരം പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്തരം പറയാൻ എന്നെ കിട്ടില്ല. ദോഷപ്പനി വന്നപ്പോ ലേശം കാപ്പിയിട്ട് കൂച്ചാൻ ഒരു കഷ്ണം ചുക്കിന് വേണ്ടി നിലമ്പൂരിലെ വീടുകളെല്ലാം കയറി ഇറങ്ങി തേഞ്ഞ ലൂണാറിന്റെ സ്ലിപ്പർ പോലും സഹിക്കത്തില്ല കേട്ടോ. ശാസ്ത്രം വല്ലാണ്ട് വളർന്നു. നമ്മുടെ നാട്ടുമ്പുറത്തെ കള്ളന്മാര് അത്രയും വളർന്നിട്ടില്ല. അതിനൊത്ത് വളരണം. 80% കള്ളവും 20% സത്യവും മാത്രം മനുഷ്യന്റെ മുന്നിൽ പറയുന്ന അമ്പൂക്കാട നാവാണ്. കാശായിട്ട് ഇപ്പൊ എടുക്കാൻ 5 തൊട്ട് പോലും ഇല്ല. എന്റെ കയ്യിലൊരു ചുക്കില്ല. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. നീ എന്റെ തലേ കൈ വെച്ച് സത്യം ചെയ്തേ. എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുവട്ടെ. ഞാൻ ചത്തുവട്ടെ എന്നല്ലേ? കാശായിട്ട് ഇപ്പൊ എടുക്കാൻ 5 തൊട്ട് പോലും ഇല്ല. എല്ലാം ഭൂമിയായിട്ടും വണ്ടികളായിട്ടും സ്വർണ്ണമായിട്ടും കിടക്കുക. നേര് നിരങ്ങിയേ വരൂ, കള്ളം പറന്നു വരും. ഒരു പൈസ അല്ല, ഞാൻ ആകെ കടക്കാരനെ വിലപ്പ കൂടിയ ഷറിങ്ങള്. അതിലിപ്പോ എന്താ ഒരു സംശയം? എന്തരടെ നിന്റെ സാറ് ചെലവിന് വേണമെങ്കിൽ ഞങ്ങൾ വല്ലതും അയച്ചു തരട്ടോ എന്ന്. ഇതിലിപ്പോ കളിയാക്കാൻ എന്താ ഉള്ളത്? അവര് പറഞ്ഞത് സത്യമല്ലേ? പാലക്കാട് റോഡ് ഷോയ്ക്ക് 600 രൂപയും ചിക്കൻ ബിരിയാണിയും കൊടുത്ത ആളെ ഇറക്കിയ വകയിൽ മുളച്ച കടം അമ്പൂക്കയുടെ കനം കൂടിയ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നതിനിടയിൽ കാണാതെ പോയി. എന്തായാലും നാക്കല്ലേ വായി കിടക്കണേ, അതിനെ നമുക്ക് നേരിടാം. വർമാജി, ഇതിന് വലിയ ബിരുദമൊന്നും വേണ്ട, ചില ചില്ലറ പൊടിക്കൈകൾ മതി. നാട്ടുകാർ വിരിവെടുത്ത് മത്സരിപ്പിക്കുന്ന ദരിദ്രരുടെ ആസ്തി 52 കോടിയാവുമ്പോ മറ്റു മുതലാളിമാരുടെ ആസ്തി എത്രയാകും തമ്പുരാനേ? ഇതൊരു നടക്ക് പോവില്ല. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV-യിൽ വരുമ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കും. പടച്ചോനെ, എന്താ സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വശീകരണത്തിൽ സാറ് മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ഇക്ക ദാരിദ്ര്യം പറയിക്ക, കേൾക്കാൻ നല്ല രസം. ഒരു പൈസ അല്ല, എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. അച്ഛൻ തമ്പുരാൻ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞേ? പിന്നെ ഒരു അലമ്പലും ചെന്ന് പെടരുത്, പുണ്യാളനായി ജീവിച്ചോണം, എന്തോ പാര വരുന്നുണ്ടെന്ന് കേട്ടോ. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലൊക്കെ കയറി ഇറങ്ങണേ. ചാനൽ ചർച്ച കുറച്ച് കൂടുന്നുണ്ട്, ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി. പറയട്ടടാ, എന്തായിരിക്കും ഇതില് ലക്ഷ്യം വെക്കുന്നത്? എന്ത് ലക്ഷ്യമുണ്ടോ? വല്ല ലക്ഷ്യമുണ്ടോ? രാവിലെ ഒന്ന് പറയും, ഉച്ചക്കൊന്ന് പറയും, വൈകുന്നേരം ഒന്ന് പറയുന്നല്ല. എന്ത് ലക്ഷ്യം? വൃത്തിക്കേട് പറയാതെ ഇവനെ വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറയാറുള്ളതാ. ഒരു നാടകമായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ. അയാൾക്കെന്നെ ഇപ്പൊ സ്ഥിരതല്ല എന്തൊക്കെ പറയുന്നത്. ഇന്ന് പറഞ്ഞല്ല നാളെ പറഞ്ഞത്. അയാളിങ്ങനെ വാക്ക് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. താല്പര്യം വേറെയും പല പണി ഞാൻ പഠിപ്പിച്ചു തരാം, പക്ഷെ ചെയ്യാണ്ടിരിക്കരുത്, എന്റെ കുരുത്തകേട് പറ്റും. പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ 100 റുപ്യ വരുമാനം, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. ഇങ്ങനെ മിക്കവാറും ഞങ്ങളെ കരയിച്ച കണ്ണീര് നീന്തി തുടിക്കും. 52 കോടി ഉണ്ടാക്കി ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാനാണ്? 4 ദിവസത്തെ കാലിച്ചായ്ക്കുള്ളതുണ്ടോ അത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ഏതായാലും ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ജനങ്ങൾ അത് വേണ്ട രീതിയിൽ നോക്കിയും കണ്ടും ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം നേതാവ്, ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്ന്